എന്തിനാ 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 ഹലോ ഹായ് പറഞ്ഞ ഹായ് സതീഷ് ചേട്ടാ ഒരു ഹായ് പറഞ്ഞ കാണുന്നുണ്ട് അതെ നമ്മളിന്ന് അയ്യോ മരപ്പൊണ്ണെ കാണിച്ചു കൊടുക്കാൻ മറന്നു ഹായ് പറഞ്ഞു. എല്ലാവർക്കും നമസ്കാരം, ശ്രീയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മള് ഒരു സംഭവം മേടിക്കാൻ പോവാണ്. ശ്രീകുട്ടുണ്ട് പറഞ്ഞ പ്രശ്നവും ഞാൻ നിങ്ങളോട് പോണ വഴിക്ക് പറയാം. അപ്പം എൻ്റെ കൂടെ ദാ സതീഷ് ചേട്ടൻ്റെ എന്താ പറയാ രഥത്തിലാണ്. എന്താ പേര് ചേട്ടൻ്റെ പേര്? ഹായ് വന്ന ശ്രീയേട്ടാ. നല്ല തിരക്കാണ് കേട്ടോ, മാസ്ക് മാറ്റാൻ പറ്റില്ല. ശ്രീയേട്ട വേണമെങ്കിൽ ഒന്ന് മാറ്റി കാണിച്ചു കൊടുത്താളാണ്. അപ്പൊ എന്റെ കൂടെ ഫോൺ എടുക്കാൻ വന്നത് ശ്രീയേട്ടനാണ്. നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കണു. ശ്രീയേട്ടനാണ് ഇവിടെ നമ്മളെ തൃശ്ശൂർ ഏഷ്യൻ ചോയ്സിനാണ് എടുത്തത്. ഇതാണ് ഞാൻ പറയാനുള്ള ഇടയ്ക്കിടയ്ക്ക് എന്റെ വീഡിയോയിൽ കാണാറുള്ള കുഞ്ഞേ രൂപം. ഞാൻ കസിനാണെന്ന് പറയാറില്ലേ. അപ്പൊ ഏട്ടനാണ് എന്റെ കൂടെ വന്നത്. പിന്നെ ചേച്ചിയും ശ്രീകുട്ടനോട് വണ്ടിയിൽ ഇരിക്കുന്നുണ്ട്. ഫോൺ നല്ലതാന്ന് കൊണ്ടെടുക്കുക. എനിക്ക് ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ല. ഈ മനുഷ്യനാണ് ഇതിന്റെ ഉത്തരവാദി, ഈ ചേട്ടനും. അപ്പൊ നമുക്ക് ബാക്കി പാക്കിങ്ങും കാര്യങ്ങളൊക്കെ വീട്ടിലെത്തിയിട്ട് കാണാം കേട്ടോ. ഒരു ബൈ പറഞ്ഞ ചേട്ടാ. കേൾക്കുന്നുണ്ടോ? ഭയങ്കര ശബ്ദല്ലേ? അതെ, നല്ല തിരക്കുണ്ട്, നല്ല തിരക്ക്. ഒരുമാതിരി ഫോണോട് ഫ്രീ കൊടുക്കണ പോലെ ആൾക്കാർ ഫോൺ പിടിക്കണം. തല്ലും ഇതൊക്കെ കൂടിയിട്ട് ഫോൺ പിടിക്കാൻ. ഓക്കെ ബൈ, ഞാൻ പോവാ. അപ്പൊ ആള് കടയിൽ പോട്ടെ, നമുക്ക് പോവാം. ടാറ്റാ ടാറ്റാ. ഇത് റിയോ ചേട്ടന്റെ കയ്യില് ഇതാണ് നമ്മുടെ സംഭവം കേട്ടോ. അപ്പൊ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പ്ലാൻ എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ക്യാമറ ഉണ്ട്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഇനിയിപ്പോ ഭാഗ്യം അവിടെ നിന്ന് കാണുന്നെങ്കിൽ മൊത്തം പൊളിയും. ആള് നമ്മളോട് പറയില്ല, ഏറ്റവും ലാസ്റ്റ് പറയും ഞാൻ നിങ്ങളെ പറ്റിച്ചേന്ന് പറയും. അപ്പൊ അത് കാരണം അത് ഉറപ്പില്ല. അപ്പൊ റിയോ ചേട്ടൻ പറയണത് എന്ത് സാധനം കിട്ടിയാലും അതൊന്നില്ലെങ്കിൽ ചേച്ചിയുടെ അടുത്ത് വന്നിട്ട് പൊട്ടിക്കും, അതായത് എന്റെ അടുത്ത് വന്ന് പൊട്ടിക്കും, അല്ലെങ്കിൽ ഓഫീസ് റൂമിൽ കൊണ്ടുപോയി പൊട്ടിക്കുന്നുണ്ട്. അപ്പൊ ഓഫീസ് റൂമിൽ താക്കോല് നമുക്ക് ഓൾറെഡി എടുത്ത് മാറ്റി വയ്ക്കാം. അപ്പൊ ഓഫീസ് റൂമിൽ പോയിട്ട് പിന്നെ ചാൻസ് നമ്മുടെ അടുത്ത് വന്ന് പൊട്ടിക്കാനാണ്. അല്ല റിയേട്ടാ? അതെ, വലിയ പെട്ടിയായി. സബ്സ്ക്രൈബർ എന്ന് പറയുമ്പോൾ എന്തായാലും ആളുടെ അടുത്തേക്ക് വരും. സബ്സ്ക്രൈബർ തന്ന ഗിഫ്റ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് നമ്മളത് വലിയ വലിയ പെട്ടിയിലാക്കാനാണ് പ്ലാൻ. പെട്ടിയിലാക്കണതൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അതൊരു പോയിന്റ്. അതായത് ആ ബോക്സിന്റെ പേര് എഴുതുന്നത് ഭാഗ്യരാജന്റെ പേരായിരിക്കണം. അല്ലെങ്കിൽ ആ ഭാഗ്യരാജന് വേണ്ടിയിട്ടാണ് ഞാൻ എന്തെങ്കിലും സാധനം കൊടുത്തു കഴിഞ്ഞാൽ ആള് ഡയറക്റ്റ് വീട്ടിൽ വരുന്ന സാധനം കിട്ടും. അപ്പൊ ആദ്യത്തെ പെട്ടിയില് ഒന്നും എഴുതണ്ട. ആദ്യത്തെ പെട്ടിയില് ജസ്റ്റ് ഒന്ന്, രണ്ടാമത്തെ പെട്ടി പൊളിക്കുമ്പോൾ നമുക്ക് അതൊന്ന് ഭാഗ്യരാജ്. അപ്പൊ ആദ്യത്തെ പെട്ടി പൊളിച്ചുകൊണ്ട് ഞാൻ രണ്ടാമത്തെ പെട്ടി കൊടുക്കാം. ഇത് ചേട്ടനുള്ളതായിട്ടാണ് പറഞ്ഞിട്ട് ആളുടെ കൊടുക്കുക. ജോസ് കോപ്പിലൂടെയാണ് ഞാൻ ഭാഗ്യനെ ആദ്യമായി പരിചയപ്പെടുന്നത്. എല്ലാവർക്കും തോന്നിയിട്ടുള്ള സഹതാപമല്ല. എനിക്ക് ഈ പ്രേമലേഖന ഇതിന് ടെൻഷനല്ല. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും ആഴത്തിലുള്ള സ്നേഹം. ചേച്ചിക്ക് ദൈവം പരിചയമുണ്ടല്ലോ. അല്ലേ, എനിക്ക് ഇത് എഴുതാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാനങ്ങനെ പ്രേമലേഖനം എഴുതാറില്ല. ആടിലൊരു വര കുത്തു കുത്തു കുത്താമോ? ഈ കർമ്മതി രക്തത്തിൽ എനിക്ക് പറഞ്ഞില്ല. പെട്ടി നമ്പർ 1. അപ്പൊ ആദ്യത്തെ നമ്പർ 1 പെട്ടിയാണിത്. ഇനി രണ്ടാമത്തെ പെട്ടി.
ആളാ കൂടി 10-30 കിലോണല്ലോ. കുഞ്ഞെടുത്താൽ മതി. അപ്പൊ നിന്നാലും അങ്ങനെ തന്നെയാണ്. വലിയ മാറ്റമൊന്നുമില്ലല്ലേ? ഒരു കൈമ പിടിച്ചിട്ടില്ലേ? എന്റെ ഒരു ആരാധന തന്നതാ. എന്റെ ഇന്നലെ കടയിൽ കൊണ്ടുകൊടുത്താൽ ഭാഗ്യം കൊടുക്കുന്നത് വലിയ കാണുന്നില്ല. കാണുന്നില്ലേ? അല്ല എന്താണ് ഭാഗ്യം കൊടുക്കാൻ പറഞ്ഞു കൊടുത്താണെന്ന് ശരിക്കുട്ടാ അച്ഛനൊരു സമ്മാനം കിട്ടിക്കണ. മമ്മ വിളിച്ചണ്. ഭാഗ്യന് കൊടുക്കാൻ പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞു. എല്ലടാ അത് മാറിക്ക് മാറിക്ക്. ഒന്നുമില്ല, അതുകൊണ്ട് ഞാൻ അടുത്ത പുതിയ പറ്റിക്കാനാവും. ഇതിന്റെ ഉള്ളിൽ വേറെ പുതിയ ചിലപ്പോ അല്ല പ്രാങ്കാണെങ്കിൽ ഷൂട്ട് ചെയ്യാൻ പറയല്ലോ. എന്നെ വെച്ചിട്ട് കാര്യമുള്ളൂ. ഇതിന്റെ ഉള്ളിൽ വേറെ പുതിയ ബൾബാ ചിലപ്പോ പൊട്ടിയതാവും. ഇതിലൊന്നുമില്ല. അയ്യോ വെറുതെ പറ്റിക്കാൻ. കല്ലാവോ? ഇതെന്തോ എന്താ കാര്യമായിട്ട് പറ്റിയത്. എന്തായാലും ചേട്ടനെ ഡ്രസ്സിലാന്ന് നോക്കണം കേട്ടാ. അതെ പോണെന്ന് വിചാരിച്ചോ. ജോഷ് ടോക്കിലൂടെയാണ് ഞാൻ ഭാഗ്യനെ പരിചയപ്പെടുന്നത്. എല്ലാവർക്കും തോന്നുന്നത് പോലെ സഹതാപം അല്ല ആഴത്തിലുള്ള സ്നേഹമാണ് തോന്നിയത്.
പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സ്നേഹം. ശ്രീയുടെ വീഡിയോ വരുമ്പോൾ ഞാൻ പരതുന്നത് ഭാഗ്യൻ്റെ മുഖം മാത്രമാണ്. എൻ്റെ ജീവിതത്തിൽ ആരൊക്കെയാണ് ഭാഗ്യം. ഇത് എൻ്റെ സ്നേഹ സമ്മാനം മാത്രമല്ല, എൻ്റെ ഹൃദയം കൂടിയാണ്. ആദ്യത്തെ വിരൽപ്പാടുകൾ ആ ഫോണിൽ എനിക്ക് വേണ്ടിയാകാം എന്ന് ഫോണാണെങ്കിൽ തിരിച്ചു കൊടുക്കണം. ഭാഗ്യന്റെ ശ്രീയുടെ മുഖം വരുമ്പോഴേ ഭാഗ്യന്റെ ആണെന്ന് ആദ്യം, ഭാഗ്യന്റെ മുഖമാണ് വീഡിയോ വരുമ്പോ വിരൽ പാടുകൾ ആ ഫോണിൽ എനിക്ക് വേണ്ടിയാകണം. അതില് എവിടെ നമ്പർ 157 ഞാൻ മക്കള് വാങ്ങുന്നുണ്ടാ ഇത് ഫോണാണെങ്കിൽ തിരിച്ചോണ്ട് കൊടുക്കണം. ഹാൻഡ് റൈറ്റിംഗും അത് തന്നെയാ. എങ്ങനെയാ വേണ്ടത്? ഫോൺ നമ്പറിലേക്ക് വിളിച്ചേ 157 ആവുന്നുണ്ട്. ഫോൺ നമ്പറിലേക്ക് വിളിക്കുക. ആരാണെങ്കിലും പറഞ്ഞ ഒരു ചേട്ടൻ കൊണ്ടുപോകും. ഇത് ഫോൺ തന്നെയാ. ഇത് ഫോൺ തന്നെയാ. ചേട്ടൻ വിളിച്ച നമ്പറിലേക്ക് വിളിക്ക്. എന്തിനാ ഫോൺ തരാൻ മാത്രം എന്ത് ബന്ധമുള്ള ചേട്ടനോട് ബന്ധത്തായിട്ടാവില്ലേ? ഇത് വായിച്ചു നോക്ക്. ജോസ്റ്റോക്കിലൂടെയാണ് ഞാൻ ബാക്കി അത് നമ്പർ സാധനങ്ങളൊന്നും ഇല്ലാണ്ട് അയച്ചു നോക്ക്. ആളുടെ നമ്പർ കൊടുത്തിട്ട് നമ്പറിലേക്ക് വിളിക്ക്. പെണ്ണാണെന്ന് അറിയണല്ലോ. പെണ്ണാ എനിക്ക് സംശയമുണ്ട്. പിന്നെ ഹൃദയ ഭാഗ്യന്റെ മുഖം പരുതാൻ മാത്രം അവള് വിളിക്ക്. ഇതിപ്പോ തുറന്നു നോക്കിയേ. എന്നാ ഈ ഫോൺ വന്നിട്ട് ഹലോ 100 ഇട്ട് കൊടുക്കടാ. പുതിയ ഫോണാ. കേടായോ ചേട്ടനെ ഫോണിന്റെ ആവശ്യം ഉണ്ടെന്ന് അറിയണ ആളാ. മോന്റെ നമ്പർ എനിക്ക് അറിഞ്ഞൂടെ. ചേട്ടൻ വിളിക്ക്. ജോസ്റ്റോക്കിലൂടെയാണ് നമുക്ക് കേട്ടമ്മേ. അമ്മ അമ്മൊന്നും പറയല്ലേ? മോഹൻലാൽ ആരെങ്കിലും ഫോൺ അയക്കാറുണ്ടാ? പിന്നെ വെറുതെ തോന്നാൻ ആളോടല്ലേ. നമ്പർ എനിക്ക് നമ്പർ കണ്ടപ്പോ മനസ്സിലായി. സ്പെഷ്യൽ താങ്ക്സ് ടു റിയോ ചേട്ടൻ. ഒരു മിനിറ്റ് അത് മാറ്റി വെക്കട്ടെ. സ്പെഷ്യൽ താങ്ക്സ് ടു റിയോ ചേട്ടൻ. സ്പെഷ്യൽ ഇത് എഴുതിയത് പ്രേമലേഖനം എഴുതിയത് നമ്മുടെ ചേച്ചിയാണ് കേട്ടോ. ഞാൻ എന്റെ വാക്കുകൾക്ക് എന്താ പറയാ പിന്നെ എനിക്ക് സംശയം തോന്നിയതില്ലേ, ഇതിൽ അക്ഷരത്തെറ്റൊന്നും കാണാനില്ല. ഞാൻ മലയാളം അക്ഷരത്തെറ്റ് നന്നായിട്ട് വരാറുണ്ട്. അപ്പൊ പ്രാങ്ക് ആയില്ലോ എന്ന് പറയാനോട് പ്രതീക്ഷിച്ചില്ല. ഏയ് ഞാൻ അതങ്ങനെ പ്രതീക്ഷിക്കുന്നു. ഞാനത് വല്ല കല്ല കരിക്കട്ടെ ആവുന്ന വിചാരിച്ചില്ല. സ്പെഷ്യൽ താങ്ക്സ് ടു ശ്രീയേട്ടൻ. ശ്രീയേട്ടൻ കാരണം ഉണ്ടല്ലേ സതീശൻ ചേട്ടൻ ഓട്ടോറിക്ഷയിലെ ശ്രീകുട്ടനെ ഞാനും ചേച്ചിയും കൂടി പോയി ഏഷ്യൻ ചോയ്സിൽ പോയി. അവിടെ ശ്രീയേട്ടനോട് വിളിച്ചു. ശ്രീയേട്ടൻ ഒരു 10 മിനിറ്റ് വരും, എനിക്കൊരു ഫോൺ എടുക്കാൻ, എനിക്ക് ഫോണിനെ കുറിച്ചൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. ആളവിടെ വണ്ടി കൊണ്ട് വന്നു. അവിടെ ആൾക്ക് പരിചയമുള്ള കടയാണല്ലോ, ആള് വീടിന്റെ തൊട്ടപ്പുറത്തെ കടയില്ല. അപ്പൊ ആളെനിക്ക് ഫോൺ മേടിച്ച് തന്ന് ആള് കടയിൽ പോയി എന്നെ ഓട്ടോയിൽ കയറ്റി വിട്ടു. അപ്പൊ സ്പെഷ്യൽ താങ്ക്സ് ടു ശ്രീയേട്ടൻ പറഞ്ഞോ. ശ്രീയേട്ടന് താങ്ക്സ്. ശ്രീകുട്ടന്റെ അച്ഛനോട് പറയാഞ്ഞത്? ഫോൺ ക്യാമറകൾ അവിടെ ഇവിടെ കേട്ടിരിക്കുന്നുണ്ട്. ഇതാണ് ഫോൺ, ഇതാണ് ഫോൺ. മൂന്നിടത്തേക്കും അപ്പൊ ഞാൻ ഷൂട്ട് ചെയ്യണ പോലെ
എല്ലാവർക്കും അമ്മ, പിന്നെ ഇവിടെ നോക്കിയിരുന്ന അച്ഛൻ, പിന്നെ കടയിലത്തെ ചേട്ടന്മാര്, സതീഷ് ചേട്ടൻ, എല്ലാവർക്കും താങ്ക് യു. കുറെ നാളായി ഭാഗ്യന്റെ ഫോൺ കേടായിരുന്നു. അപ്പൊ കുറെ ദിവസമായി ഭാഗ്യം പറയണു ഫോൺ മാറ്റണം മോനെ മാറ്റണം എന്ന്. അപ്പൊ ഞാൻ പ്രതീക്ഷിച്ചില്ല. വേണ്ടോ? ഇതാണ് ഇതിന്റെ ഉള്ളിൽ നിന്ന് കിട്ടിയ പൊതികൾ. ദേ ഇവിടെ ക്യാമറ ഇരിക്കുന്നുണ്ട്, 5-6 പൊതികളും കൂടെ വെക്കാം. ഇവിടെ ഉണ്ട്. പൊതിച്ച് ആള് സത്യത്തിൽ പേടിച്ചു ഇല്ലേ? പേടിയല്ല, അത് എന്തോ തട്ടിപ്പണെന്ന് വിചാരിച്ചേ. അടുത്ത വീഡിയോയിൽ കാണാട്ടാ. എല്ലാവർക്കും ടേക്ക് കെയർ, ടാറ്റാ, ബൈ ബൈ. ഒരു മുട്ടാട്ടാ എനിക്കും തായോ.